സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെപിസിസി അധ്യക്ഷ സ്ഥാനം കടുത്ത ഭാഷയിൽ വീണ്ടും ഉണ്ണിത്താൻ. കെപിസിസിക്ക് അധ്യക്ഷനുണ്ടായില്ലെങ്കിൽ പാർട്ടി സംവിധാനം പൂർണ്ണമായും തകരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് സ്ഥിരം ലഹരിക്കേസ് പ്രതി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിൽ. ചെങ്കള 4-ാം മൈൽ കരോടി ഹൌസിൽ മുഹമ്മദ് അബൂബക്കറിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നും പദ്ധതിയെ തകർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ തൃക്കരിപ്പൂർ ടൗണിൽ മാർച്ചും ധർണയും നടത്തി. KSKTU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ ക്യാബിനറ്റ് സ്ഥാനാരോഹണം 26-ന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. 2500ഓളം ലയൺസ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് കാസർഗോഡ് സിറ്റിയുടെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ തൂഫാൻ വാരിയർ പ്രോഗ്രാമും പ്രൗഢഗംഭീരമായി നടന്നു. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ജില്ലാ കൗൺസിൽ യോഗവും സമ്മാന പെരുമഴ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. KPCC അധ്യക്ഷ സ്ഥാനം കടുത്ത ഭാഷയിൽ വീണ്ടും ഉണ്ണിത്താൻ. KPCCക്ക് അധ്യക്ഷനുണ്ടായില്ലെങ്കിൽ പാർട്ടി സംവിധാനം പൂർണ്ണമായും തകരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ജാതി പരിഗണന വെച്ച് KPCC അധ്യക്ഷനെ നിശ്ചയിക്കുന്ന രീതി അവസാനിപ്പിക്കണം. തന്റെ നിലപാടും ആഗ്രഹവും നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. EVM ഹാക്കിംഗ് ആരോപണത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയവർ പരാതി കൂടി നൽകാൻ തയ്യാറാവണമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. പുറത്തുവന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണതെന്നും അന്വേഷണം നടത്തണമെന്നും ഉണ്ണിത്താൻ. കേരളത്തിൽ KPCCയുടെ പ്രസിഡന്റ് ഇല്ലാത്തതൊരു പോരായ്മ തന്നെയാണ്. അത് എത്രയും വേഗം അതിന് പരിഹാരം കാണുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജാതി സമവാക്യങ്ങളുടെ പേരിൽ കേരളത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പാർട്ടി പിന്തിരിയണം. കാരണം കഴിഞ്ഞ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി. ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. കഴിഞ്ഞ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ 10 മന്ത്രിമാർ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. അതിനു മുമ്പെടുത്ത CPI മന്ത്രിമാരിൽ 4 പേർ ഒരേ സമുദായത്തിൽപ്പെട്ടവർ. ഈ ജാതി സമവാക്യങ്ങൾ എന്ന് അവസാനിക്കുന്നു, എന്ന് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകങ്ങൾ നേതാക്കന്മാരെ തീരുമാനിക്കുന്നു, അന്നേ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ പാരമ്പര്യം, പൈതൃകം, പ്രവർത്തന മികവ്, അതുപോലെ തന്നെ നിലപാടുകൾ ഉള്ള ആളായിരിക്കണം KPCC പ്രസിഡന്റ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ വരുന്ന പേരുകളിൽ അവർ പരിഗണിക്കട്ടെ, ആരാണ് ഇതെല്ലാം ഉള്ള ഒരാള്. അത് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, എല്ലാവരും PR വർക്ക് നടത്തി അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന അല്ലാതെ അവർക്ക് വേണ്ടി ആരും പറയാനില്ല. ഞാൻ കോൺഗ്രസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ അവരെയും എൻ്റെ വികാരം അറിയിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കുന്നവരാണ്. എന്ത് തീരുമാനിച്ചാലും കഴിഞ്ഞ ഈ 10-60 വർഷക്കാലമായി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തന നിലയ്ക്ക് ഞാൻ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും അംഗീകരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കുമ്പോൾ ഒരു ത്രിവർണ പതാക എൻ്റെ ശരീരത്തിൽ വീഴണം എന്നുള്ളതാണ് എൻ്റെ അദമ്യമായ ആഗ്രഹം. ഞാൻ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കാസർഗോട്ടെ ചാനലുകാർ റിപ്പോർട്ട് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞത്. അത് വാസ്തവമാണെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അതൊരു ക്രിമിനൽ ഒഫൻസാണ്. കാരണം ഇലക്ഷൻ അട്ടിമറിക്കാൻ, പിന്നെ ഇലക്ട്രോണിക് മെഷീൻ ഹാക്ക് ചെയ്ത് പിന്നെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞത് കേവലം നിസ്സാരവൽക്കരിക്കേണ്ട. ഇത് കോൺഗ്രസിന്റെ വേദികളിലോ UDFന്റെ വേദികളിലോ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായ ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇത് വാസ്തവമാണെങ്കിൽ, അതല്ല വ്യക്തികളെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ആണെങ്കിൽ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നവരെ
ശിക്ഷിക്കേണ്ട ഒരു നടപടി കൂടിയുണ്ട്. കാര്യം വ്യക്തിഹത്യ ഒരിക്കലും ആർക്കും ഭൂഷണമല്ല. ഇവിടെ ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണോ അവര് തിങ്കളാഴ്ച കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇവിടെ വരുന്നു, അദ്ദേഹത്തിന് രേഖാമൂലം പരാതി കൊടുക്കണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഇനി ഒരിക്കലും ഈ സംഭവം കേരളത്തിൽ ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ തിങ്കളാഴ്ച രേഖാമൂലം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കും. കാരണം ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം. കാരണം ഈ പറയപ്പെടുന്ന വാർത്ത യാഥാർത്ഥ്യമാണെങ്കിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ക്രിമിനൽ ഒഫൻസിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്, മാത്രമല്ല ആരെയൊക്കെയാണ് ചെയ്യിപ്പ അപ്പൊ MLA-മാരെ സമീപിച്ചു എന്നാണ് വാർത്ത. അങ്ങനെയാണെങ്കിൽ MLA-മാര് മൊഴി കൊടുക്കട്ടെ. ഏതൊക്കെ MLA-മാരെയാണ് സമീപിച്ചത്, അവര് മൊഴി കൊടുക്കണ്ടേ? ആരൊക്കെയാണ് സമീപിച്ചത്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്കറിയണം. കാരണം ഇത് ജനാധിപത്യം അട്ടിമറിക്കാൻ നടത്തിയ ഒരു ശ്രമമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അത്തരം ശ്രമങ്ങളെ ഒരു ജനാധിപത്യ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. അത് കോൺഗ്രസ് ആയാലും ആരായാലും എത്ര ഉന്നതനായാലും ഈ പറയപ്പെടുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണം, കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരണം, അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. മാത്രമല്ല മേലാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കാസർഗോട്ടെന്നല്ല ഒരിടത്തും ആവർത്തിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ ഇത്തരം അട്ടിമറികളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആരെയൊക്കെയാണ് ഈ പറയപ്പെടുന്ന വ്യക്തി സമീപിച്ചത്, അവർ രേഖാമൂലം പരാതി ഹോം മിനിസ്റ്റർ കൊടുക്കണം, പോലീസിന് കൊടുക്കണം. കൊടുത്തിട്ട് ഇത് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഇത് ചാനലിനും പത്രത്തിനും കൊടുത്തൊരു വാർത്തയാക്കി ചില ആളുകളെ ബോധപൂർവം അപമാനിക്കാനും അവഹേളിക്കാനുമാണ് ചിലരുടെ നീക്കമെങ്കിൽ അതിനെതിരെയും കർശനമായ നടപടി വേണ്ടിവരും. കാസർഗോഡ് സ്ഥിരം ലഹരി കേസ് പ്രതി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിൽ. ചെങ്കള 4-ാം മൈൽ കരോടി ഹൌസിൽ മുഹമ്മദ് അബൂബക്കറിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് കടത്തും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി സ്ഥിരം ലഹരി കേസ് പ്രതിക്കെതിരെ കരുതൽ തടങ്കൽ നിയമമായ പിറ്റ് NDPS ആക്ട് പ്രകാരം അറസ്റ്റിൽ. ചെങ്കള 4-ാം മൈൽ കരോടി ഹൌസിൽ മുഹമ്മദ് അബൂബക്കറിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ലഹരിമരുന്ന് കേസുകൾ നിലവിലുണ്ട്. മേൽപ്പറമ്പ്, ആദൂർ പോലീസ് സ്റ്റേഷനുകളിൽ NDPS ആക്ട് പ്രകാരമുള്ള കേസിൽ കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചിട്ടുണ്ട്. ലഹരിമരുന്ന് വ്യാപാരികൾക്കും വിതരണക്കാർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കരുതൽ തടങ്കൽ നിയമമായ പിറ്റ് NDPS ആക്ട് പ്രകാരം നടപടി കർശനമാക്കുന്നത്. ഇതോടെ കാസർഗോഡ് ജില്ലയിൽ ഈ നിയമപ്രകാരം അറസ്റ്റിലാകുന്ന 20-ാമത്തെ ആളാണ് മുഹമ്മദ് അബൂബക്കർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നും പദ്ധതിയെ തകർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ തൃക്കരിപ്പൂർ ടൗണിൽ മാർച്ചും ധരണയും നടത്തി. KSKTU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 10 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും കേരളത്തിൽ മാത്രം പ്രത്യേക മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ധർണ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലക്കകത്ത് വിവിധ തൊഴിൽ കൂലികളാണ് ഉണ്ടായിരുന്നത്. ആ വിവിധ തൊഴിൽ കൂലികൾക്ക് ആനുപാതികമായുള്ള ഒരു കൂലി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ പൊതുവായി അളന്നത്. ആ തൊഴിൽ കൂലി വെച്ചുകൊണ്ട് നമുക്കറിയാം ഏറ്റവും ഫലപ്രദമായി നമ്മുടെ നാടിനകത്ത് ഗ്രാമീണ തൊഴിലുറപ്പ് എന്നുള്ള നിലയിലേക്ക് അത് കൈകാര്യം ചെയ്തത് കേരളത്തിലാണ്. കേരളത്തിനകത്ത് നമുക്കറിയാം, കേരളത്തിനകത്ത് പൊതുവായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതല നിർവഹണം നടത്തിയത് കുടുംബശ്രീ സംവിധാനമാണ്. കുടുംബശ്രീയുടെ ADS-കൾക്ക് അതിന്റെ ചുമതല കൊടുത്തു. ADS മുഖാന്തരം തന്നെ നമ്മൾ മാറ്റുകളെ വാർഡുകളിൽ ഉണ്ടാക്കി. ആ മാറ്റുകളുടെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ നിലയിലേക്ക് ഒരു പ്രദേശത്തിനകത്ത്, ഒരു വാർഡിനകത്ത്, ഒരു പഞ്ചായത്തിനകത്ത് എന്തൊക്കെ തൊഴിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്
ആ തൊഴിലാളികളുടെ തന്നെ കൂട്ടായ്മയായിട്ടുള്ള അവരുടെ പ്രത്യേകമായ ഗ്രാമസഭ ചേർന്ന് ആ ഗ്രാമസഭക്കകത്ത് ഇന്ന തൊഴിൽ മേഖലയിൽ ഇന്ന തൊഴിലാണ് നമ്മൾ എടുക്കേണ്ടത്, ഇന്ന കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി മുൻഗണന കൊടുക്കേണ്ടത്, ആ നിലയിൽ കൃത്യമായി തൊഴിൽ ഒരു വർഷത്തേക്ക് ഇത്രയും കാര്യങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനെയാണ് നമ്മുടെ തൊഴിലുറപ്പ് ഭാഷയിൽ ലേബർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്. NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി KV കാർത്യായനി, TP ഉഷ, KP ശ്യാമള, T ശ്യാമള, PV ദാമോദരൻ, K തമ്പായി ടീച്ചർ, TV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ ക്യാബിനറ്റ് സ്ഥാനാരോഹണം 26-ന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. 2500ഓളം ലയൺസ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ ക്യാബിനറ്റ് സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 26-ന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മാഹി ജില്ലകൾ ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ 2026-27 വർഷത്തെ ഗവർണറായി ടൈറ്റസ് തോമസും വൈസ് ഗവർണർമാരായി PS സൂരജ്, വത്സല ഗോപിനാഥ് എന്നിവരും സ്ഥാനമേൽക്കും. അതോടൊപ്പം ക്യാബിനറ്റ് അംഗങ്ങളും ചുമതലയേൽക്കും. ചടങ്ങിൽ മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ R മദനഗോപാൽ മുഖ്യാതിഥിയാകും. ഏരിയ ലീഡർ അഡ്വക്കേറ്റ് AV വാമനൻകുമാർ വിശിഷ്ടാതിഥിയാകും. IIPD സ്ഥാപകനും പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട്, മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി രവി ഗുപ്ത എന്നിവർ സംസാരിക്കും. 2500ഓളം ലയൺസ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. നമ്മുടെ ചില്ലപ്പള്ളി ഫൗണ്ടേഷനായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവിടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, ബാക്കിയുള്ളത് നമ്മുടെ ലയൺസ് ഉണ്ടാവും. ഏരിയ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് മിനിമം 3 സെന്റ് സ്ഥലം സ്വന്തമായിട്ട് വേണം. അതായത് പിന്നെ PPL ആയിരിക്കണം, PPL ആൾക്കാരായിരിക്കണം. അത് സ്വന്തമായിട്ട് 3 സെന്റ് സ്ഥലമാണ്. പിന്നെ നമ്മളൊരു പ്ലാൻ, 2 മുറി, അടുക്കള, വരാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ബിൽഡിംഗ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. പൈസ വാങ്ങിയിട്ട് പിന്നെ തട്ടിക്കൂട്ടാനൊന്നുമില്ല. നമുക്ക് അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളെ കണ്ടീഷൻസ് ഉണ്ട്. ഇത്ര ഏരിയയുള്ള വീടുകളാണ്, ഇത്ര റൂം വേണം, ബാത്റൂം വേണം, കിച്ചൺ വേണം. അപ്പൊ അതിനനുസരിച്ച് വീട് ഏറ്റവും കുറഞ്ഞത് 8 ലക്ഷം രൂപ കൂടുതലുള്ള വീടുകളാണ്. ഞങ്ങൾ 173 ഈ 4 ജില്ലയില്. വാർത്താ സമ്മേളനത്തിൽ ഗവർണർ ടൈറ്റസ് തോമസ്, DG മെന്റർ K ശ്രീനിവാസ് ഷണായ്, ക്യാബിനറ്റ് സെക്രട്ടറി K ഗോപി, ക്യാബിനറ്റ് ട്രഷറർ നവീൻ കുമാർ HV, പ്രിൻസിപ്പൽ സെക്രട്ടറി V വേണുഗോപാൽ, മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ PV രാജേഷ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ജില്ലാ കൗൺസിൽ യോഗവും സമ്മാന പെരുമഴ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ബാറ്ററി അനുബന്ധ സാധനങ്ങൾ വിൽക്കുന്ന സംഘടനയായ ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു വിഭാഗം ബാറ്ററി വ്യാപാരികൾ അവരുടെ നിലനിൽപ്പിന്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു കൂട്ടം ആക്കി മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് നമ്മൾ രൂപം കൊടുത്തത്. ഏകദേശം 5 വർഷത്തിലധികം ഈ സംഘടനയ്ക്ക് പ്രായമായി. 2020 രൂപീകൃതമായ സംഘടന അതിൻ്റെ ഒരു ശൈശവദശ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ഒരു യൗവനത്തിലേക്ക് കടക്കുന്ന സംഘടന കൂടുതൽ ശക്തിപ്പെട്ട് കൂടുതൽ നമ്മുടെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളും മറ്റ് സംവിധാനങ്ങളും സുഗമമായിട്ട് കച്ചവടം നടത്താനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, വ്യാപാര മേഖല നല്ല ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ളൊരു മാറ്റം. ഏകദേശം 100-ലധികം വർഷമായിട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററി എന്നുള്ളൊരു കൺസെപ്റ്റിൽ. ഇതോടനുബന്ധിച്ച് സംഘടന നടത്തുന്ന സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം BDA സംസ്ഥാന ട്രഷറർ KV ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 30-ന് നറുക്കെടുപ്പ് നടക്കുന്ന സമ്മാന പദ്ധതിയുടെ കൂപ്പണിന്റെ ജില്ലാതല വിതരണ ഉദ്ഘാടനമാണ് നടന്നത്.
ബുള്ളറ്റ്, ബൈക്ക്, സ്കൂട്ടി, LED TV തുടങ്ങിയ നിരവധി സമ്മാനങ്ങളാണ് സമ്മാന പദ്ധതിയിലുള്ളത്. ജില്ലാ പ്രസിഡന്റ് KV ദിനേശൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ ട്രഷറർ AV വാമനൻ, VP ഗോപാലകൃഷ്ണൻ, PS വിജയൻ നായർ, രാജേഷ് മാങ്ങാട് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മധു ചെറുവത്തൂർ സ്വാഗതവും M പ്രദീപ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബെല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങ് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ നൽകി. ചെമ്മട്ടും വയൽ ബെല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി വിജയോത്സവം നടത്തി. LSS, USS, NMMS, SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ, തന്റെ കരവിരുതുകൊണ്ട് തോണി രൂപകൽപ്പന ചെയ്ത് ജനശ്രദ്ധ നേടിയ 10ാം തരം വിദ്യാർത്ഥി വിജയ് ഉൾപ്പെടെ 63 വിദ്യാർത്ഥികളെയാണ് വിജയോത്സവത്തിൽ ആദരിച്ചത്. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വിജയവും വിജയവുമാണ്. ഇനിയും നിങ്ങൾ ഇതുപോലെ പരീക്ഷകളിൽ വിജയിച്ച് വലിയ ആളായി മാറാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങളോട് പറയുക. അപ്പൊ അതുകൊണ്ട് ആ അനുമോദനം ഉൾക്കൊള്ളാവുന്ന കുട്ടികൾ ഇങ്ങനെ അനുമോദനം നൽകുന്നത് നിങ്ങളുടെ വിജയത്തെ അംഗീകരിച്ചുകൊണ്ട് തുടർന്നു നിങ്ങൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ വിജയിച്ച് ജീവിതത്തിൽ തന്നെ നല്ല വിജയം നേടാൻ കഴിയട്ടെ എന്നാണ്. അതുപോലെ തന്നെ ചെറിയ നിങ്ങളുടെ താഴെ ക്ലാസ്സിലുള്ള കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പോഴുള്ള അനുവാദം ഏറ്റുവാങ്ങുന്ന കുട്ടികൾ അനുവാദം ഏറ്റുവാങ്ങുന്നത് പോലെ നിങ്ങൾ അവരുടെ നിലവാരത്തിലൊക്കെ പഠിച്ചവർക്ക് ആ നിലയിൽ അനുവാദവും പിന്നെ സേവാദമൊക്കെ ഏറ്റുവാങ്ങാൻ കഴിയും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ പറയാനുള്ളത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ രാജൻ അത്തിക്കോത്ത്, KV രതീഷ്, MA രേഷ്മ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് P വേണുഗോപാലൻ, PTA വൈസ് പ്രസിഡന്റ് N ദിനേശൻ, സീനിയർ അസിസ്റ്റന്റ് ഷിബി ഇവാനിയോസ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ V അരവിന്ദാക്ഷൻ സ്വാഗതവും ഹെഡ്മാസ്റ്റർ K രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇക്കോ ടൂറിസം വില്ലേജിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ വസ്തുതാപരമായ പിശുക്കുണ്ടെന്നും സർക്കാർ നിഷ്കരിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചും നിയമാനുസൃതമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ടൂറിസം വില്ലേജിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിനായാണ് വാർത്താസമ്മേളനം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സഹകരണ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംരംഭത്തിന് സർക്കാരിൽ നിന്ന് ഇന്നേവരെ ₹1 ധനസഹായവും ലഭിച്ചിട്ടില്ലെന്നും പൂർണ്ണമായും അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച ഓഹരി മൂലധനം ഉപയോഗിച്ചാണ് പദ്ധതി ആരംഭിച്ചതും വികസിപ്പിച്ചതുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ സൊസൈറ്റിയിൽ 486 അംഗങ്ങളാണുള്ളത്. പ്രവാസികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് അംഗങ്ങളെന്നും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നതെന്നും അവർ വ്യക്തമാക്കി. പരിസര മലിനീകരണത്തിൻ്റെ അനുമതി ഇല്ല എന്നാണ് അതിലേറ്റവും വന്ന് പറഞ്ഞത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഞങ്ങളുടെ സമയത്തുണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലോ. ഈ അനുമതിയുണ്ട്. ഈ അനുമതി ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് ഉണ്ട്. മൂന്നാമത്തത് ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഓഫീസ് ഓഫ് ദി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അവരുടെ അനുമതിയുണ്ട്. അതും വേണമെങ്കിൽ സഡൻ പൂട്ടാൻ വേണ്ടി കഴിയുന്നതാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനുമതിയുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അവിടെ ഈ പ്രോജക്റ്റ് നടക്കുന്നത്. ഇനി എന്താണ് അനുമതി വേണ്ടത്? ഫയറിൻ്റെ ആണ്. വേണ്ടാത്ത അനുമതി ഞങ്ങൾ തരണം എന്ന് ഞങ്ങൾക്ക് വാശി പിടിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ഫയറിൻ്റെ അനുമതിക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന പിന്നെ ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെ അറിയാം. ഈ അനുമതി കൊടുത്തു. അനുമതി കൊടുക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് ലെറ്റർ തന്നു. ഇത് മൾട്ടിപ്പിൾ ബിൽഡിംഗ് അല്ല, ഒരു നിലയിൽ മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ്. ഗ്രൗണ്ട് ഫ്ലോറും ഒന്നിനും തമ്മിൽ ഇത്രയധികം ദൂരം ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് സാങ്കേതിക അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഞങ്ങളുടെ NOC വേണ്ട. ഞങ്ങൾക്ക് ലെറ്റർ വരികയാണ് ഫയർഫോഴ്സ്. ഒരു ഭരണസാധനം ഉപയോഗിച്ചുകൊണ്ടല്ല കേട്ടോ. ഇനിയിപ്പം ഏതെങ്കിലും മന്ത്രി വിളിച്ച് ഒന്നല്ല, നിയമപരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം.
ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് സിജി മാത്യു, BK നാരായണൻ, V വിജയൻ, K നാസർ, സെക്രട്ടറി ലിഗേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് മാവുങ്കാൽ ആനന്ദാശ്രമം ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. മാവുങ്കാൽ ആനന്ദാശ്രമം ലയൺസ് ഹാളിലാണ് ചടങ്ങ് നടന്നത്. മുൻ ജില്ലാ ഗവർണർ ഡെന്നിസ് തോമസ് സ്ഥാനാരോഹണ ഓഫീസറായി പരിപാടി ഉദ്ഘാടനം ചെയ്ത പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ചുമതലകൾ കൈമാറി. ഈ ലയൺസ് എന്ന നമ്മുടെ സങ്കല്പം, ആ സങ്കല്പം രണ്ട് തൂണുകളിലാണ് നിലകൊള്ളുന്നത്. അതിൽ ഒരു തൂണാണ് നമ്മുടെ സർവീസ്, മറ്റൊരു തൂണാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. ഒരു വാട്ടർ ടാങ്ക്, രണ്ട് തൂണുകളിൽ നിലകൊള്ളുന്ന ഒരു വാട്ടർ ടാങ്കിന്റെ ഒരു തൂണിന് എത്രമാത്രം ശക്തിയുണ്ട് എങ്കിലും മറ്റേ തൂണിന് കുറച്ച് ബലക്ഷയമുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? വാട്ടർ ടാങ്ക് will collapse. Likewise, ലയൺസ് പ്രസ്ഥാനം, ലയൺസ് ക്ലബ്ബുകൾ, അതിന് ശോഷണം സംഭവിക്കും, ഇല്ലായ്മയുണ്ടാവും എപ്പോൾ ഈ രണ്ട് തൂണുകൾക്കും തുല്യമായ പരിഗണനയും ശ്രദ്ധയും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സേവന പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ്, ഇതിന് രണ്ട് തുല്യമായ പ്രാധാന്യം സാമ്പത്തികമായും സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തിരിക്കണം. മുൻ പ്രസിഡന്റ് NG അഷ്റഫ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. 2026-27 വർഷത്തേക്കുള്ള പ്രസിഡന്റായി AK ഷൌക്കത്ത് അലി, സെക്രട്ടറിയായി ശ്രീകുമാർ പളഞ്ചി, ട്രഷററായി P ഹംസ അസീസ് എന്നിവർ സ്ഥാനമേറ്റു. P ഗോപി, K ജോസ്, N ശ്രീകണ്ഠൻ, P മധുകുമാർ, ഗാലിദ് പാലക്കി എന്നിവർ സംസാരിച്ചു. അഷ്റഫ് കൊളവയിൽ സ്വാഗതവും ശ്രീകുമാർ പളഞ്ചി നന്ദിയും പറഞ്ഞു. സ്ഥാനമേറ്റ പ്രസിഡന്റ് AK ഷൌക്കത്ത് അലി ക്ലബിന്റെ പുതിയ വർഷത്തെ പ്രധാന പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും ആത്മഹത്യാ പ്രതിരോധവും മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നതിനും പൊതുജനങ്ങൾക്കായി കാർഡിയാക് അറസ്റ്റിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും CPR പരിശീലനവും ഉൾപ്പെട്ട മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനും ഈ വർഷം ക്ലബ്ബ് മുൻഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബെല്ല പൂടം കല്ലടുക്കത്ത് കാഞ്ഞങ്ങാട് കൃഷിഭവന്റെയും ആത്മാ കാസർഗോഡിന്റെയും KSKTU ബെല്ല കൃഷിക്കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ തെങ്ങുകയറ്റ പരിശീലന പരിപാടിയും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ജീവാമൃതം നിർമ്മാണ ക്ലാസും സംഘടിപ്പിച്ചു. പരിശീലനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ബല്ല പൂടംകല്ലിനടുത്ത് കാഞ്ഞങ്ങാട് കൃഷിഭവന്റെയും ആത്മാ കാസർഗോഡിന്റെയും KSKTU ബല്ല കൃഷിക്കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ തെങ്ങുകയറ്റ പരിശീലന പരിപാടിയും ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ജീവാമൃതം നിർമ്മാണ ക്ലാസും സംഘടിപ്പിച്ചു. തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ മേഖലയിൽ എത്തിക്കുന്നതിന്റെയും ഭാഗമായാണ് പരിശീലന പരിപാടി നടത്തിയത്. പ്രദേശത്തെ വനിതകൾ ഉൾപ്പെടെ 38 ആളുകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. പരിശീലന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അതിനാവശ്യമായ കൂട്ടായ്മ ഉണ്ടാകണം. കൃഷിക്കാരെ മുഴുവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനല്ല, അതിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി കഴിയണം. പുതിയ തലമുറയെ കൂടി കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാക്കണം. ഇതിനെല്ലാം കാഞ്ഞങ്ങാട് നഗരസഭ നന്നായി ഇടപെടും എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത്. ഇപ്പോൾ തെങ്ങ് കയറ്റക്കാരെ കിട്ടാത്ത ഭയങ്കര പ്രയാസമാണ്. തെങ്ങ് കയറിൽ തന്നെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ പുതിയ ആധുനിക മെഷീനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആർക്കും തെങ്ങ് കയറാം, സ്ത്രീകൾക്കും കയറാം, അല്ലേ? സ്ത്രീകൾക്കും ഈ തൊഴിൽ മേഖലയിലേക്ക് വരാം. അപ്പോ തെങ്ങിനെ പരിപാലിക്കാൻ, തേങ്ങയിടാൻ ആളില്ല എന്നുള്ള ഒരു പ്രയാസം ഉണ്ടാണ്ട. ഒരു ഫോൺ വിളിച്ചാൽ ആള് വീട്ടിലെത്തും. ആ നിലയിലേക്ക് പരിശീലകരെ വളർത്തിയെടുക്കുക എന്നതാണ് ഇന്നത്തെ ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും ഗംഭീരമാകട്ടെ. നമ്മുടെ തൊട്ട അയൽവക്കത്തെ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികളാ, മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു ടീമുണ്ട്. എത്ര വേണമെങ്കിലും തെങ്ങ് കയറാൻ ആളുണ്ട്, അവരെ വിളിച്ചാൽ മതി. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഈ തൊഴിൽ മേഖലയിൽ ഇങ്ങനെ ഒരു സംരംഭമുണ്ട് എന്ന് നാടാകെ അറിയട്ടെ. നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം, അതിനെ പരിശീലിപ്പിക്കാം. അങ്ങനെ നാട്ടിൽ തെങ്ങ് കയറാൻ ആളില്ല എന്നുള്ള പരാതി ഇന്നത്തോടു കൂടി നമുക്ക് പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട്. വാർഡ് കൌൺസിലർ A പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. K സുകേഷ്, K ദീപു, K യമുന എന്നിവർ നിർമ്മാണ ക്ലാസ് കൈകാര്യം ചെയ്തു.
കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിലെ NSS കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് കൃഷിഭവൻ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ S. രമേഷ് കുമാർ പ്രയോജനപ്രദമായ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെയും നടത്തിപ്പിനെയും കുറിച്ച് വിശദീകരിച്ചു. കൃഷി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ N. ഉണ്ണികൃഷ്ണൻ, 10ാം വാർഡ് കൌൺസിലറും KSKTU ബെല്ല വില്ലേജ് സെക്രട്ടറിയുമായ A. രാജൻ, P. തമ്പാൻ, C. ഹർഷ, TK ശ്രീവിദ്യ, K. നിഷിത, N. മുരളി എന്നിവർ സംസാരിച്ചു. ബെല്ല കൃഷിക്കൂട്ടം സെക്രട്ടറി A. മനോജ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P. ലതാകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കഴിഞ്ഞ ദിവസം നിര്യാതനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറുവത്തൂർ കാടാങ്കോട്ടെ K. ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ KPCC പ്രസിഡന്റും സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫ് കാടാങ്കോട്ടെ വീട്ടിലെത്തി. UDF-ന്റെയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെയും നേതാക്കൾക്കൊപ്പമാണ് മന്ത്രി K. ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അനീതിതമായ മുഖം നൽകി എല്ലാവരെയും ചേർത്തുപിടിച്ച K. ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ ചെറുവത്തൂർ മണ്ഡലം പ്രസിഡന്റായും നീലേശ്വരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റായും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന നേതാവുമായിരുന്നു. ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തിന്റെ സ്ഥാപനത്തിലുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന നേതാവായിരുന്നു ബാലകൃഷ്ണൻ. കുറച്ചുനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30ഓടെയായിരുന്നു KPCC പ്രസിഡന്റും സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫ് K. ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ കാടാങ്കോട്ടെ വീട്ടിലെത്തിയത്. ഭാര്യ തങ്കമണിയെയും മക്കളായ ഷിജിത്ത്, മണികൃഷ്ണൻ എന്നിവരെയും മറ്റ് കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC അധ്യക്ഷ സ്ഥാനം കടുത്ത ഭാഷയിൽ വീണ്ടും ഉണ്ണിത്താൻ. KPCCക്ക് അധ്യക്ഷനുണ്ടായില്ലെങ്കിൽ പാർട്ടി സംവിധാനം പൂർണ്ണമായും തകരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് സ്ഥിരം ലഹരിക്കേസ് പ്രതി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിൽ. ചെങ്കള 4-ാം മൈൽ കരോടി ഹൌസിൽ മുഹമ്മദ് അബൂബക്കറിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നും പദ്ധതിയെ തകർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ തൃക്കരിപ്പൂർ ടൗണിൽ മാർച്ചും ധർണയും നടത്തി. KSKTU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ ക്യാബിനറ്റ് സ്ഥാനാരോഹണം 26-ന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. 2500ഓളം ലയൺസ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് കാസർഗോഡ് സിറ്റിയുടെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ തൂഫാൻ വാരിയർ പ്രോഗ്രാമും പ്രൗഢഗംഭീരമായി നടന്നു. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ജില്ലാ കൗൺസിൽ യോഗവും സമ്മാന പെരുമഴ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.